പരിചയപ്പെടുത്തിയ ഉടനെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഓടിക്കേറി വന്ന ആളാണ്. അങ്ങനെ ഒരിക്കലുമല്ല. ഞാൻ വെൽഡിംഗ് ഷോപ്പ് നടന്ന ഒരു സമയത്താണ്, ഏകദേശം 5ഓളം തൊഴിലാളികളുള്ള സമയത്ത് ഒരുവിധം മോശമായിട്ടാണ് വെറുതെ ഇരുന്നാൽ പോലും 1500 രൂപ എങ്ങനെയാലും കിട്ടുന്ന ഒരു സമയത്താണ് ഈ അവസരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അളിയൻ എന്നെ ഫോൺ വിളിച്ചിട്ടാണ് പറഞ്ഞത്, സഹിച്ചോട്ടാ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്, നിങ്ങളൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചു എന്താ കാണേണ്ട ആവശ്യം. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനൊരു ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കൂടെ ഒന്നുണ്ടാണോ. അപ്പൊ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി, എന്തോ ഒരു ഉടായ്പില് അളിയൻ പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അളിയനോട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരണ്ട, എനിക്ക് താല്പര്യമില്ല, കാരണം ഭയങ്കര തിരക്കാണ്. പൊതുവെ നമ്മളിപ്പോൾ അങ്ങനെ പറയാം, ഭയങ്കര തിരക്കാണ്. ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞ് അങ്ങനെ അളിയൻ ദിവസവും വിളിക്കും. ഈ അവസരത്തിലേക്ക് പുതിയ വന്ന ആൾക്ക് അറിയാൻ ദിവസവും വിളിക്കും എന്നുള്ളത്. അങ്ങനെ അളിയനും എന്നെ ദിവസവും വിളിച്ചിട്ടുണ്ട്. ഞാൻ എടുക്കില്ല. എടുത്താൽ അളിയൻ വീട്ടിലേക്ക് വരും. വന്നാലും നമ്മൾ വിട്ട് എന്തിനാ തൂക്കുകാരും ആദ്യം വാങ്ങുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ഏകദേശം 1.5 മാസത്തോളം ഫോൺ എടുക്കാതെ ഒരു ദിവസം എന്നോട് അബദ്ധവശം എടുത്തു പോയത്. ഭാഗ്യത്തിന് അയാൾ എൻ്റെ വീട്ടിലുണ്ട്. ഇപ്പാണ് ഭാഗ്യം, അന്ന് ഭാഗ്യമല്ല. അന്ന് ഞാൻ വിചാരിച്ച ആരാച്ചാർ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പല ആളുകളും ചിലപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് കേൾക്കാൻ തയ്യാറല്ല. അപ്പോൾ എന്നോട് ഇന്ന് സീനിയർ അച്ചീവറും NTC റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന നൗഫൽദാറാണ് ഈ അവസരം പറഞ്ഞത്. അദ്ദേഹം ഈ അവസരത്തിൽ കൃത്യമായിട്ട് നന്ദി കൊടുക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു കേൾക്കാൻ എനിക്ക് പറ്റും. വീട്ടിൽ വന്ന ആളോട് നമ്മൾ കേൾക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിയല്ല. അങ്ങനെ കേൾക്കാൻ തീരുമാനിച്ച് ഞാൻ ഭയങ്കര ചാടയിൽ ഇങ്ങനെയാണ് ഇരുന്നത്. ചിലപ്പോൾ നിങ്ങളൊന്നും അങ്ങനെ ഇരുന്നുണ്ടാവില്ല, കാരണം ഞാൻ എന്തോ അറിയുന്ന ആള്, ഇവരൊന്നും അറിയാത്ത ആള് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ ഇത് കേട്ട സമയത്ത് തുടക്കം എന്നോട് പറഞ്ഞു ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. എന്നോട് പറഞ്ഞു ആരും സ്വന്തം കമ്പനീനെ മോശമായിട്ട് പറയാൻ സാധ്യതയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മളൊന്ന് ഗൂഗിളിൽ കയറണം. ഗൂഗിളിൽ കയറിയ സമയത്ത് ഇന്ത്യയിലെ നമ്പർ 1 ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു പൈസ റെഡിയാക്കട്ടെ, എന്ത് ചെയ്യാം. അപ്പോൾ എന്നോട് ഇയാൾ ചോദിച്ചു എത്ര വർഷമായി വെള്ളിയും ചോദിച്ചു. ഞാൻ 10 വർഷമായി. അപ്പോൾ ഒരു ദിവസം വെറും 10 രൂപ വെച്ചാൽ 36,500 ഉണ്ടാവില്ലേ. അതെൻ്റെ ആദ്യത്തെ തിരിച്ചറിവാണ്. ഞാനൊരു 10 രൂപ പോലും മാറ്റി വെക്കില്ല. നിങ്ങൾ പരന്ന് മാറ്റി വെക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെയാണെന്നാണ് കണക്ക് പറയുന്നത്. അങ്ങനെ അത് കേട്ട ഉടനെ തന്നെ ഞാൻ തീരുമാനിച്ചു കുഞ്ഞിൻ്റെ കയ്യിലെ ബ്രേസ്ലെറ്റ് ഉണ്ടാകുമ്പോൾ പെണ്ണുങ്ങൾ അവസരമായിരിക്കും. ഭാര്യ പണ്ട് തന്നെ അളിയൻ എന്തോ ഉടായ്പ കൊണ്ടാണ് വന്നെന്നുള്ളത് ഭാര്യ ചിന്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തീരെ ഒരിക്കലും സമ്മതിക്കുക. ഞാൻ ഈ സമയം പോകുന്നില്ല, ഓൾറെഡി സമയം പോയിട്ടുണ്ട്. അങ്ങനെ ഇത് ഏറ്റെടുത്തു. ഒരു 2.5 വർഷം മുന്നേ നിലവിലുള്ള വെൽഡിംഗ് ഷോപ്പ് എന്നത് കൂട്ടി ഇത് ഫുൾ ടൈമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കുകയും ഒരു 46,000 രൂപ വരുമാനം വന്നത് മാത്രമേ വിശ്വാസം വന്നിട്ടുള്ളൂ. ഇവർ പുതിയ ബുള്ളറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി RTC റാങ്കോടുകൂടി ഒരു 4 വീലറിലേക്ക് മാറണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു കാലഘട്ടത്തിൻ്റെ ബിസിനസ്സാണ്. കാലം മാറുന്നതനുസരിച്ച് നമുക്ക് മാറാൻ പറ്റും. നമുക്കറിയാം ഇന്ന് ആമസോൺ ഫ്ലിപ്കാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമസോൺ എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായത്തിന് ഒരു കമ്പനിയില്ല, ഒരു ഫാക്ടറി ഇല്ല, പരസ്യമില്ല. എന്നിട്ട് പോലും സെക്കൻഡിന് 2 ലക്ഷം വരുമാനമാകുന്നു. ഇത് കാലഘട്ടത്തിന്റെ ബിസിനസ്സാണെന്ന് മനസ്സിലാക്കുക. കാലത്തിനനുസരിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ കാലഘട്ടത്തിന്റെ അടുത്ത് വിജയിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ഓരോരുത്തർക്കും വിജയിക്കാൻ പറ്റട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.